സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മുടെ അതിഥി അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, മറ്റേത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും വല്ലാതെ വിമർശനം നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ കഴിയില്ല, രാഷ്ട്രീയ സ്വയം സേവക് സംഘ് RSS. സാർ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് RSSൻ്റെ ഒരു പരിപാടിയിൽ VCമാർ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലർമാർ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സംഘീവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അതിന് മറുത്ത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ്. സർ, ഇതിപ്പോൾ എന്താണ് സർ ഇതിൽ നിന്ന് അർത്ഥമാകുന്നത്? ഇപ്പോൾ അതുമായി അവരുടെ VCമാർക്ക് അവരുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു കൃത്യനിർവഹണമോ അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടായിരിക്കില്ലേ അവർ ഈ പരിപാടിയിൽ പങ്കെടുത്തത്? ഈ വെറുതെയുള്ള കുറ്റം പറച്ചിൽ എന്തിനാണ്? വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ മാത്രം ഉള്ള ഈ RSS വിരോധം. അതായത് വൈസ് ചാൻസലർമാർ RSS സർസംഘചാലകന്റെ പരിപാടിയിൽ പങ്കെടുത്തു, അത് വലിയ അപരാധമായി പോയി എന്നുള്ള മട്ടിലാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ചകൾ. സത്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും അടക്കം ഇന്ത്യയിലെ 22 സംസ്ഥാന മുഖ്യമന്ത്രിമാരടക്കം ഉള്ള ആൾക്കാർ RSSന്റെ സർസംഘചാലകന്റെ പരിപാടികളിൽ നിരന്തരമായിട്ട് പങ്കെടുക്കുന്നതാണ്. അവിടെയൊന്നും ആർക്കും യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ചോദിക്കട്ടെ, RSS എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിച്ച ഒരു സംഘടനയല്ല. ഇന്ത്യയിലെ ഒരു സന്നദ്ധ പ്രവർത്തനം, ഒരു മൂവ്മെന്റ് ആണ് RSS. അപ്പൊ അതിന് ഈ രാജ്യത്ത് എമ്പാടും മാത്രമല്ല ലോകമെമ്പാടും പ്രവർത്തകരുണ്ട്, വിശ്വാസികളുണ്ട്, പിന്തുണയ്ക്കുന്നവരുണ്ട്. ആ ഒരു ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയുടെ പരിപാടിയിൽ അതിന്റെ തലവനോടൊപ്പം പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് ഏവർക്കും അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അത് അപരാധമാണ്, അത് വലിയ തെറ്റാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു വലിയ തമാശയ്ക്കപ്പുറം ഒന്നുമല്ല. കാരണം കേരളത്തിന്റെ ഉള്ളിൽ RSS സർസംഘചാലകനെതിരെ നിലപാടെടുക്കുന്ന കോൺഗ്രസ് കേരളത്തിന് വെളിയിലെത്തുമ്പോൾ ആ നിലപാട് മാറ്റുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില നേതാക്കന്മാർക്ക് പേര് പ്രശസ്തിയും ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു അടവ് നയം, ഒരു ഗിമ്മിക്ക് മാത്രമാണ് RSS വിരോധം. സത്യത്തിൽ എല്ലാവർക്കും അറിയാം, ഈ RSSനെ വിരോധിച്ച ഏറ്റവും വലിയ വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതിനുശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി. ഇവർക്കൊക്കെ എന്തു സംഭവിച്ചുവെന്നും അവരുടെയൊക്കെ പാർട്ടി ഇപ്പോൾ ഏത് അവസ്ഥയിലായി എന്നും നമ്മൾ കാണുന്നുണ്ട്. ജനാധിപത്യപരമായ ഒരു രാജ്യത്ത് ജനഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് വലിയ വിലയാണ് ഉള്ളത്. അത് തെരഞ്ഞെടുപ്പ് ആണെങ്കിലും തെരഞ്ഞെടുപ്പിന് പുറത്താണ് എങ്കിലും. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ 22 സംസ്ഥാനങ്ങൾ ഭരിക്കുകയും കഴിഞ്ഞ 12 വർഷമായി ഭാരതത്തിന്റെ ഭരണം നടത്തുകയും ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് പോലും മാതൃസംഘടനയായ RSS ഈ രാജ്യത്തിന്റെ നിർണായകമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായ സമയത്ത് ഇടപെടുകയും അതിന്റെ ദൗത്യം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ 1956 RSSന്റെ സ്വയം സേവകരെ മാർച്ച് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയും മാർച്ച് ചെയ്തതുമായ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ആ ചരിത്രത്തെ ഒന്നും കോൺഗ്രസുകാർക്ക് മറച്ചുവെക്കാൻ കഴിയില്ല. അത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടായപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ സമയത്ത് കൽക്കട്ടയിലേക്ക് വന്ന ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്ക് അഭയവും ഭക്ഷണവും കൊടുത്തത് RSS ആണ്. ഇന്ത്യയുടെ എയർഫോഴ്സിന് വിമാനങ്ങൾ ഇറക്കാനുള്ള സൗകര്യം കാശ്മീരിൽ ഇല്ലാതെ വന്നപ്പോൾ പട്ടാളത്തിന് അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ എയറോഡ്രോം പ്രവർത്തന സജ്ജമാക്കിയതും RSSന്റെ സ്വയം സേവകരാണ്. അതേപോലെ തന്നെ മോർബി അണക്കെട്ട് പൊട്ടി വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ മരിച്ചു വീണപ്പോൾ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി എത്തിയതും RSS ആണ്. എന്തിനേറെ നമ്മുടെ ഈ രാജ്യത്ത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയ സേവന പ്രവർത്തനങ്ങളും ഭക്ഷണ വിതരണവും നടത്തിയതും RSS ആണ്. RSS എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ 4ാമത്തെ നെടുംതൂണാണ്. അതായത് ജനാധിപത്യവും പത്രസ്വാതന്ത്ര്യവും കോടതിയും ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊക്കെ നശിച്ചു പോയാൽ പോലും RSS ഉള്ളിടത്തോളം കാലം ഭാരതം നിലനിൽക്കുക തന്നെ ചെയ്യും. അഖണ്ഡമായിട്ട് ഇന്നും RSS നിലനിൽക്കുന്നുവെങ്കിൽ, ഇന്നും ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നുവെങ്കിൽ, പാകിസ്ഥാനെ പോലെ ബംഗ്ലാദേശിനെ പോലെ അഫ്ഗാനിസ്ഥാനെ പോലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽപ്പെട്ട് ഭാരതം തകരാതിരിക്കുന്നുവെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണവും RSS ആണ്.
അഭിമാനിക്കുകയാണ് വേണ്ടത്. RSSന്റെ സർസംഘാലകനോടൊപ്പം VC-മാർ പങ്കെടുത്തു എന്നുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ ലോകവും ഭാരതവും എന്ത് ചിന്തിക്കുന്നുവോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു സ്ഥലമായി കേരളം മാറിയത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം, അഭിമാനകരമായ ഒരു വിഷയം, ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം. സാർ, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അവരുടെ RSSന്റെ മേധാവി അദ്ദേഹം ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് RSSന് അങ്ങനെ ശത്രുതയൊന്നും ആരോടുമില്ല എന്നാണ് അദ്ദേഹം വളരെ ഓപ്പണായിട്ട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ അദ്ദേഹം 1-2 പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ശത്രുത RSSന് ഇല്ല എന്ന് ഓപ്പണായി അതിൻ്റെ മേധാവി തന്നെ പറയുമ്പോൾ എന്തിന് സാർ ഇവർ ഈ ഇല്ലാത്ത പുകിലൊക്കെ ഉണ്ടാക്കണം? ഒരു ഭയം ഇവരെ വല്ലാതെ പിടികൂടുന്നുണ്ടോ? അതിൻ്റെ സംഘടന രീതിയിലാണോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലാഭേച്ഛ ഇല്ലാത്ത പ്രവർത്തനങ്ങളിലാണോ? അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭയം പിടികൂടുന്നത് RSSന് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, ഒരു ആദർശത്തിന്റെ അടിത്തറയുണ്ട്, ഒരു ആശയം മുന്നോട്ട് വെക്കാനുണ്ട്. പക്ഷെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ആദർശത്തിന്റെ അടിത്തറയില്ല, അവർക്കൊരു പ്രത്യയശാസ്ത്രമില്ല, അവർക്കൊരു ആദർശം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കാനില്ല. അവരുടെ മുമ്പിലുള്ളത് അധികാരിയും എന്നുള്ളത് മാത്രമാണ്. നോക്കൂ, RSSനെ സംബന്ധിച്ച് വളരെ പ്രഖ്യാപിതമായിട്ടുള്ള അതിന്റെ ഒരു നയം 2 കൂട്ടം മനുഷ്യരേ ഉള്ളൂ ഈ ലോകത്ത് എന്നാണ്. ഇന്ന് RSSനുള്ളവരും നാളെ RSSലേക്ക് വരാനുള്ളവരും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് RSSന്റെ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു നയപ്രഖ്യാപനം തന്നെയാണ്. ഇന്ന് RSSനുള്ളവരും നാളെ RSSലേക്ക് വരാനുള്ളവരും. അതായത് RSSൽ മുസ്ലിങ്ങളുണ്ട്, RSSൽ ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ മതക്കാരിലും പെട്ട ആൾക്കാർ RSS സ്വയംസേവകരായിട്ടും RSSന്റെ ചുമതലയിലും ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ RSSന് ആരോടും വിരോധമില്ല, ആരെയെങ്കിലും ശത്രുപക്ഷത്ത് കാണുന്ന നയവും RSSന് ഇല്ല. അപ്പോൾ സാർ, ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ മുസ്ലിം സംഘടനകളും ഒക്കെ ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു വേള അവരും ഈ പറയുന്ന കോൺഗ്രസിനൊപ്പം ഒക്കെ നിന്ന് ഇതിനെതിരെ വാദിക്കുന്നത് ശരിക്കും നമ്മൾ അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി മാത്രമായിരിക്കുമോ? ഇപ്പം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പാടിയതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവാദമാണ് ഞാനിവിടെ അതിനിടയിൽ സൂചിപ്പിക്കുന്നത്. നിലനിൽപ്പിന് വേണ്ടി മാത്രമാണോ? അതായത് മുസ്ലിം സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം വന്ദേമാതരം പാടുന്നവരുണ്ട്, നിലവിളക്ക് കൊളുത്തുന്നവരുണ്ട്, ജയ് ശ്രീറാം വിളിക്കുന്നവരുണ്ട്. അവരൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെയും RSSന്റെയും നയങ്ങളെ പിന്താങ്ങുന്നുണ്ട്. അവർക്ക് സംഘടനകളുണ്ട്, അവർക്ക് പ്രവർത്തകരുണ്ട്. ഇതൊക്കെ കേരളത്തിന് പുറത്ത് നിർബാധം നടക്കുമ്പോൾ കേരളത്തിനകത്ത് മാത്രമാണ് RSS തൊട്ടുകൂടാത്തതാണ്, തീണ്ടിക്കൂടാത്തതാണ്, ചിന്തിക്കരുത്, നോക്കരുത്, കാണരുത്, മിണ്ടരുത്, അതിനെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നത്. ഏതായാലും RSSനെയും സനാതന ധർമ്മത്തെയും ഉന്മൂലനം ചെയ്യണമെന്ന് പരസ്യമായി പറഞ്ഞ DMK എന്ന് പറഞ്ഞ പാർട്ടി ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. RSSന്റെ ഒപ്പം ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ RSSനെ എതിർത്ത് വന്ന് ഇല്ലാതായതും നമ്മൾ കണ്ടു. 141 കൊല്ലം ചരിത്രമുള്ള കോൺഗ്രസ് പ്രസ്ഥാനം അല്ലെങ്കിൽ പാർട്ടി RSSനെ എതിരെയാണ് അന്നും ഇന്നും നിലകൊള്ളുന്നത്. പക്ഷെ ഓരോ ദിവസവും അവർ ചവറ്റുകൊട്ടയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ചുരുക്കി പറഞ്ഞാൽ RSSനെ എതിർക്കുന്നവരൊക്കെ അസ്തമിക്കുകയും RSS അനുദിനം വളരുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിയുന്നില്ല, കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. 80-ലധികം രാജ്യങ്ങളിൽ നിന്ന് RSS പ്രവർത്തിക്കുന്നുണ്ട്. ഭാരതീയരായിട്ടുള്ള RSSന്റെ സ്വയം സേവകർ 80-ലധികം രാജ്യങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആഗോള സംഘടന എന്നുള്ള നിലയിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. RSSന്റെ തൊഴിലാളി വിഭാഗമായ ഭാരതീയ മസ്ദൂർ സംഘ് BMS 28 രാജ്യങ്ങളിൽ യൂണിറ്റുകൾ തുടങ്ങി ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ നേടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായി മാറിക്കഴിഞ്ഞു. ഇതൊന്നും അറിയാതെ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ കഴിഞ്ഞുകൂടുന്ന ചിലരാണ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. സാർ, ഈ സംഘിവൽക്കരണം, തീവ്ര ഹിന്ദുത്വ നിലപാട്, ഇങ്ങനെയൊക്കെയുള്ള ഈ വാക്കുകൾ പറയുമ്പോൾ സാർ, ഈ തീവ്ര ഹിന്ദുത്വ നിലപാട് ഒരു തെറ്റായി ഇവർ എന്തുകൊണ്ട് കാണുന്നു RSSൽ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അതായത് തീവ്ര ഹിന്ദുത്വ നിലപാട് എന്ന് പറയുന്നതാണ് എല്ലാ മതങ്ങളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളുക എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു ഇന്ത്യയിൽ എന്നിരിക്കട്ടെ. ഇന്ത്യയിൽ ഹിന്ദുക്കളെ ഉള്ള പോലെ 80% മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ ചർച്ച ചെയ്യാൻ പോലും സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല. ഇന്ത്യയിൽ 80% ക്രിസ്ത്യാനികളാണ് ഉണ്ടായിരുന്നതെങ്കിലും ഇത് സാധിക്കുമായിരുന്നില്ല.
80%, അതായത് മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്തത്, ക്രിസ്ത്യാനിയെ സ്വാഗതം ചെയ്തത്, പാഴ്സിയെ സ്വാഗതം ചെയ്തത്, യഹൂദനെ സ്വാഗതം ചെയ്തത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാർ, ഹൂണന്മാരും ശകന്മാരും അടക്കം ചരിത്രത്തിന്റെ വിദൂര ഭൂമികളിലുള്ളവരൊക്കെ തന്നെ ഭാരതത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെട്ടത് കടുത്ത ഹിന്ദുത്വം, തീവ്ര ഹിന്ദുത്വം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ആ തീവ്ര ഹിന്ദുത്വം ഇവിടെ ഇല്ല എന്നിരിക്കട്ടെ, അപ്പോൾ തീവ്രമാകാൻ പോകുന്നത് ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദവും അതേപോലെയുള്ള മറ്റു ഭീകരവാദങ്ങളും ആയിരിക്കും. അതുകൊണ്ട് തീവ്ര ഹിന്ദുത്വം ഇല്ലെങ്കിൽ പിന്നെ ഇന്ത്യ അവശേഷിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ സംസാര ലോകത്ത് നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒക്കെ ഉണ്ടാവും. നമുക്ക് അത് അപ്പോൾ തന്നെ ആ വിഷയം നമുക്ക് കേൾക്കാം. നമുക്ക് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ തുടർന്ന് നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനിരിക്കാം. നന്ദി. താങ്ക് യു സർ. താങ്ക് യു.